സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ വികാരി അച്ഛൻ കൂടിയായ മോസ്റ്റ് റെസ്പെക്റ്റഡ് റെവറൻഡ് ഫാദർ അലക്സ് ജോൺ, ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച മിസ്സസ് ജോമി ഷിനോജ് അക്കാദമിക് കോർഡിനേറ്റർ, ഭദ്രദീപം തെളിയിച്ച ഈ ചടങ്ങ് ചടങ്ങിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ച് കോ ഫൗണ്ടർ കൂടിയായ ബഹുമാന്യയായ ശ്രീമതി സൂസൻ മാത്യു, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് സമിതി അംഗം ശ്രീ കെ സുരേഷ്, അൽ-അമീൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രതിനിധി ശ്രീ കരുവാർ റഫീഖ്, മിസ്സസ് ജീന ഡേവിഡ്, വേദിയെപ്പോലെ തന്നെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മൗണ്ട് വ്യൂ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻസ് വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂൾ ക്യാമ്പസ് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 1984 അതായത് 42 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ചെറിയ രൂപത്തിൽ ആരംഭിച്ചു, ഇന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെയായി. നമ്മുടെ നാട്ടിലെ ഏറ്റവും മികവാർന്ന അടിസ്ഥാന സൗകര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, അതിനേക്കാൾ ഉപരിയായി ഏറ്റവും നല്ല ഒരു ആംബിയൻസിൽ പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്ന, വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആംബിയൻസിൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു നല്ല സ്കൂൾ ക്യാമ്പസാണ് മൗണ്ട് വ്യൂ സ്കൂൾ. അതിൻ്റെ 42ാമത് വാർഷികാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ മാത്യു, അദ്ദേഹം സമ്മേളന വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹം ഒരു സമർപ്പിതമായ സേവനമാണ്, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ, ഈ സ്കൂളിൻ്റെ വികാസത്തിൽ നിങ്ങൾക്കറിയാം, ഇത്രയും നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയോടുകൂടി ഒരു പള്ളിക്കൂടം നമ്മുടെ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണഭോക്താക്കൾ പ്രദേശത്തെ സാധാരണ കുടുംബങ്ങളിലെ സാമാന്യ ജനവിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ കുട്ടികളാണ്. അപ്പോൾ ആ നിലയിൽ മികവാർന്ന അടിസ്ഥാന സൗകര്യത്തോടുകൂടി, അതുപോലെ തന്നെ മെച്ചപ്പെട്ട അക്കാദമികമായ മികവോടുകൂടി 42 വർഷക്കാലം പിന്നിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസ മേഖല പൂർത്തീകരിക്കപ്പെടുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ബിൽഡിംഗ്, അതുപോലെ ഈ ഓഡിറ്റോറിയം, ഈ ക്യാമ്പസ്, ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് അനുരോധമായിട്ടുള്ള റിട്ടേൺസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് തുലവും തുച്ഛമാണ്, പരിമിതമാണ്. അപ്പോൾ ഇതൊരു പാഷനാണ്, അല്ലെങ്കിൽ ഒരു വികാരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ മികവാർന്ന വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന ഒരു സമർപ്പിത മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തലയെടുപ്പോടുകൂടി പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കായലോര ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായും ആംബിയൻസ് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനവും, പ്രത്യേകിച്ചും പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിൻ്റെ ഭൗതിക പശ്ചാത്തലം ഒരു പ്രചോദിത ഘടകം തന്നെയാണ്. കുട്ടികളുടെ മാനസികമായ ഉല്ലാസത്തിനും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും സമഗ്രമായ വ്യക്തിത്വ വികാസമെന്ന വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആകെ പരിശോധിക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട മികവാർന്ന ഭൗതിക സൗകര്യത്തോടുകൂടി നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി, അതിനോടൊപ്പം വളരെ മെച്ചപ്പെട്ട അക്കാദമിക സൗകര്യവും നൽകി മികവാർന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് ഈ അവസരം മുതിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്
ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ, ആ വിദ്യാഭ്യാസമാണ് സാമൂഹിക രംഗത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ച, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ നിലവാരവും തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കഴിവും മികവും കൈവരിക്കാൻ ഒരു നാടിന് കഴിയുമെങ്കിൽ അതാണ് ആ നാടിൻ്റെ സാമൂഹ്യ പുരോഗതി വിളിച്ചറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം എത്ര സമ്പത്തുണ്ടെങ്കിലും അറിവില്ലെങ്കിൽ, വിദ്യാഭ്യാസമില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അനുഭവത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും ലഘുവായ ലളിതമായിട്ടുള്ള നിർവചനം എന്തെന്ന് ചോദിച്ചാൽ, ദ അൾട്ടിമേറ്റ് മോട്ടോ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ കോംപ്രിഹെൻസീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. സമഗ്രമായ വ്യക്തിത്വ വികാസം സാധ്യമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കേവലം അക്കാദമികരമായ കാര്യങ്ങളിൽ മികവാർജിക്കുന്നതോടൊപ്പം തന്നെ അക്കാദമികേതരമായ കാര്യങ്ങളിൽ കൂടി പാഠ്യരംഗത്ത് പ്രാവീണ്യം സിദ്ധിക്കുന്നത് പോലെ തന്നെ പാഠ്യേതര രംഗത്തും മികവും കഴിവുമുള്ളവരായി നമ്മുടെ കുട്ടികൾ വളർന്നാൽ മാത്രമേ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഇന്നത്തെ യുഗത്തിൽ ആ മത്സരത്തെ അതിജീവിച്ച് നമ്മുടെ കുട്ടികൾക്ക് നിൽക്കാൻ കഴിയൂ. കാരണം ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി, മത്സരാധിഷ്ഠിതമായിട്ടുള്ള കമ്പോള സമ്പദ് വ്യവസ്ഥയിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോമ്പറ്റീഷനാണ്, മത്സരമാണ്. ആ മത്സരത്തിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമാണ് നിലനിൽപ്പ്. അതുകൊണ്ടാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്നത്, ഇറ്റ് ഈസ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതിജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് നിലനിൽപ്പ്. കനത്ത മാത്സര്യത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണമെന്നുണ്ടെങ്കിൽ പാഠ്യവിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നത് പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഈ കാലഘട്ടത്തിൽ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, ഒരു നല്ല വ്യക്തിയെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് നല്ല വിദ്യാഭ്യാസം, അതല്ലെന്നുണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാർവത്രികമായ വിദ്യാഭ്യാസം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് കേരളം, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര തകർച്ചയാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ കഴിയണം. അതിന് പൊതുവിദ്യാഭ്യാസ മേഖലയായാലും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയായാലും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയായാലും നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ വീക്ഷണമുള്ള, സാമൂഹ്യമായി പ്രതിബദ്ധതയുള്ള, നാടിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും അറിയുന്ന മത്സരശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയുമ്പോഴാണ് ആ വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റീവ്നെസ് അല്ലെങ്കിൽ മത്സരക്ഷമതയുള്ളവരായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊപ്പം കരിക്കുലത്തിലും സിലബസിലും പറയുന്ന പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാഠ്യേതര രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും ശാസ്ത്രരംഗത്തും അതുപോലെ മറ്റ് വിവിധ മേഖലകളിലൊക്കെ നമ്മുടെ കുട്ടികളെ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റി സാമൂഹ്യമായ വീക്ഷണമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. നിർഭാഗ്യവശാൽ ഇന്നത് കഴിയുന്നില്ല എന്നുള്ളതാണ് വർത്തമാനകാല സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിൽ സാംസ്കാരികമായ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ അനഭലഷണീയമായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നമ്മൾ വിലയിരുത്തണം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ എന്തോ അപജയമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വളർന്നു വരുന്ന പുതിയ തലമുറ പലപ്പോഴും ഡ്രഗ്സിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിമരുന്നിൻ്റെയും വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്ക് വഴുതി വീഴുന്നത് നമ്മയൊക്കെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന സംഗതിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തികച്ചും സാമൂഹ്യ വീക്ഷണമുള്ള ഒരു പുതുതലമുറയെ, രാഷ്ട്രബോധമുള്ള, സാമൂഹ്യബോധമുള്ള
ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ കഴിയുക എന്ന മൗലികമായ ദൗത്യം നിർവഹിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കഴിയണം. അങ്ങനെ ഒരു പുതുതലമുറ രാഷ്ട്രത്തിനും സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്യാൻ കഴിയുന്ന, ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നല്ല ദിശാബോധമുള്ള, നല്ല ലക്ഷ്യബോധമുള്ള, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള, കഠിനാധ്വാനം ചെയ്യാനുള്ള, നല്ല ആത്മബലമുള്ള, വിൽപ്പവറുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയൂ. നമ്മുടെ കുട്ടികൾക്ക് ആഗോളതലത്തിൽ നടക്കുന്ന മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനനുരോധമായ പരിശീലനവും വിദ്യാഭ്യാസവും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വമാണ്, ചുമതലയാണ് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. ആ ചുമതലയും ദൗത്യവും നിർവഹിക്കുന്നതിൽ ഈ മൗണ്ട് വ്യൂ സ്കൂൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ഈ സ്കൂളിനും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൽ എത്തിച്ചേരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാനും അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും 2026 എന്ന പുതുവർഷത്തിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മൗണ്ട് വ്യൂ സ്കൂളിൻ്റെ 42ാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your thoughtful and inspiring words. Our